നമസ്കാരം. ഇറാനിലെ ആക്രമണം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതോടെ പശ്ചിമേഷ്യയിൽ വൻ യുദ്ധവ്യാപനം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ കടുത്ത നിരാശയിലും ആശങ്കയിലുമാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി തുടർച്ചയായി നടത്തിവന്ന വ്യോമാക്രമണങ്ങൾ വെള്ളിയാഴ്ച രാത്രി പെട്ടെന്ന് നിർത്തിവെക്കുകയായിരുന്നു. ആക്രമണങ്ങൾക്ക് തൽക്കാലം അയവ് വന്നത് നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാനാണ്. എന്നാൽ ഈ ശാന്തത താൽക്കാലികം മാത്രമാണ് എന്നും വരും ദിവസങ്ങളിൽ ട്രംപ് ഇറാനെതിരെ കൂടുതൽ ശക്തമായ സൈനിക നടപടികളിലേക്ക് കടക്കാൻ നിർബന്ധിതനാകും എന്നുമാണ് ഇസ്രായേൽ കരുതുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ കൂടുതൽ മാരകവും കൃത്യതയുള്ളതുമായിരുന്നു. അത്യാധുനിക അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഭേദിക്കാൻ ഇറാൻ എങ്ങനെ സാധിക്കുന്നു എന്നതാണ് പെൻറ്റഗണെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതിന് പിന്നിൽ ചൈനയുടെ ആധുനിക സാങ്കേതികവിദ്യയും റഷ്യയുടെ യുദ്ധതന്ത്രങ്ങളും ഉണ്ട് എന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്ക. US പ്രതിരോധ കോട്ടകളെ പിടിച്ചുകുലുക്കുന്ന ഈ അച്ചുതണ്ടിൻ്റെ രഹസ്യങ്ങളാണ് US അന്വേഷിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരൊറ്റ വെടി പോലും ഉതിർക്കാതെ വലിയ തുകയൊന്നും ചെലവഴിക്കാതെ ഈ പോരാട്ടത്തിലെ ഏറ്റവും വലിയ വിജയിയായി മാറിയിരിക്കുന്നത് ചൈനയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ലോകത്തുണ്ടായ മറ്റേതൊരു പ്രതിസന്ധിയിൽ നിന്നും നേടിയതിനേക്കാൾ വലിയ നേട്ടമാണ് ചൈന ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറക്കുന്ന ഒരു പശ്ചിമേഷ്യയും ചൈനീസ് ടെക്നോളജിയെ ആശ്രയിക്കുന്ന ഒരു ലോകവും ഇതാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ ചൈനയുടെ ഈ മിന്നൽ നീക്കങ്ങൾ ഏറെ കൗതുകകരമാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് ചൈനയെ വട്ടമിട്ടു വളയാൻ നാറ്റോ സഖ്യം ഏഷ്യ പസഫിക്കിലേക്ക് തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ബെയ്ജിംഗ് രൂപീകരിച്ച വിപ്ലവകരമായ സുരക്ഷാ നയങ്ങൾ മറുഭാഗത്തും. ആഗോള ശക്തി സന്തുലിതാവസ്ഥയിൽ അടുത്ത 1/4 നൂറ്റാണ്ടിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു ഭൗമരാഷ്ട്രീയ ഭിന്നതക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അറ്റ്ലാന്റിക് ഉപരോധത്തിനെതിരെ ചൈനയൊരുക്കുന്ന ആഗോള പ്രത്യാക്രമണ തന്ത്രങ്ങൾ ഏറെ പ്രധാനമാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വലിയൊരു സൈനിക നടപടി തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. നിരവധി ഫലസ്തീൻ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അതിക്രമിച്ചു കയറി ഇസ്രായേൽ സൈന്യം അവിടെ തങ്ങളുടെ സൈനിക നടപടികൾ ഊർജിതമാക്കുന്നു. സാധാരണക്കാരായ ഫലസ്തീനികളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നു. ഒപ്പം അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളുടെയും ഔട്ട് പോസ്റ്റുകളുടെയും നിർമ്മാണത്തിന് വേഗത കൂട്ടുകയാണ് ഇസ്രായേൽ. ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് സമാനമാണിപ്പോൾ വെസ്റ്റ് ബാങ്കിലെ സ്ഥിതി. തെരഞ്ഞെടുപ്പിന് മുമ്പ് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പുതിയ ക്രൂരത. വെസ്റ്റ് ബാങ്കിൽ അധിനിവേശവും അതിക്രമവും പുതിയൊരു സംഭവമല്ല. എന്നാൽ ഇസ്രായേലിലെ പൊതു തെരഞ്ഞെടുപ്പിന് കേവലം 3 മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഇത് സംഭവിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് അധികാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതാണ് നെതന്യാഹുവിൻ്റെ മുമ്പിലുള്ള വഴി. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിനെ ഔദ്യോഗികമായി ഇസ്രായേലിനോട് ചേർക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നെതന്യാഹു ഉള്ളത്. പാവപ്പെട്ട ഫലസ്തീനികൾ ക്രൂരമായി ഇവിടെ നിന്ന് പുറത്താക്കപ്പെടും. 1967 ശേഷം വെസ്റ്റ് ബാങ്കിൽ ഭൂമി രജിസ്ട്രേഷൻ പുനരാരംഭിക്കാൻ ഇസ്രായേൽ അനുമതി നൽകിയിരുന്നു. ഇതിലൂടെ വിശാലമായ ഭൂപ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാനും അവിടെ കയ്യേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും ഇസ്രായേലിന് സാധിച്ചു. ഭാവിയിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിലുള്ള എല്ലാ സാധ്യതകളും കൊട്ടിയടക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. വേൾഡ് വിത്ത് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 മീഡിയ 1 TV.